നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ബീമിൻ്റെ അനാലിസിസ് ആണ്. ഈ ബീം എടുക്കാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്പാനിൽ ഒരു UDL ഉണ്ട് 5 kN/m. സെക്കൻഡ് സ്പാനിൽ സെൻട്രലായിട്ട് ഒരു 10 kN ആക്ട് ചെയ്യുന്നുണ്ട്. തേർഡ് സ്പാനിൽ ഒരു സെൻറ്ററിൽ നിന്ന് മാറിയിട്ട് ഒരു 1 മീറ്ററിൽ 15 kN ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്പാൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. സെക്കൻഡ് സ്പാൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. തേർഡ് സ്പാൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലോട്ട് പോവാം. ഫസ്റ്റ് ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ന്യൂ പ്രൊജക്റ്റിൽ സ്പേസ് എടുക്കുക. അടിയിൽ മീറ്ററും kN ആക്കിയ ശേഷം നെക്സ്റ്റ് അടിക്കുക. ദെൻ ആഡ് ബീം കൊടുത്ത ശേഷം ഫിനിഷ് കൊടുക്കുക. ദെൻ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നോഡ് കൊടുക്കണം. നോഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് സ്പാൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നതാണ് A എന്ന് പറയുന്നത്. ആ സ്പാൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് B ആണ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് നമ്മളിവിടെ 0 എന്ന് കൊടുത്തു. എൻഡ് ചെയ്യുന്നത് 4 മീറ്റർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? ഫസ്റ്റ് സ്പാൻ്റെ ലാസ്റ്റ് പോയിൻറ്റിലെത്തി. ഇനി നമ്മൾ എവിടെ, അതായത് ഇവിടെ 4 ആണ്. നെക്സ്റ്റ് ഇനി ഇവിടെ നിന്ന് ഈ പോയിന്റിലോട്ട് പോകുമ്പോൾ ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെ ഇപ്പം ഇത് ഒരു സ്പാനായിട്ട് എടുക്കുക. അപ്പോൾ 0 to 4 വരെ എത്തി. ഇനി 4 to ഇവിടെ വരെ എത്തുമ്പോൾ എത്ര ലെങ്ത് ആവും? 4 + 4 8 ആവും. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് 8 ആണ്. ഇനിയിപ്പോൾ 8ൻ്റെ ആ സ്പാൻ വരെത്തി, അതായത് ഇവിടെ വരെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ സ്പാൻ, അതായത് 4 + 4 + 5 എന്ന് പറയുന്നത് 13 ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 13 ആണ്. ഓക്കെ, അത് കൊടുത്തു. ദെൻ ഇതിപ്പോൾ നിൽക്കുന്നത് നേരെയാക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് നോട്ട്സൊക്കെ ഡയറക്റ്റായിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ഇനി ഈ നോഡുകളെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ആ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആഡ് ബീം എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ആഡ് ബീം എടുത്തിട്ട് ഓരോ സ്പാനിനും ഇത് നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലേബൽ എടുത്തിട്ട് നോഡുകളെ, ഇപ്പോൾ ഈ നോഡ് പോയിൻറ്റ്സ് അവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് ഫർദർ സ്റ്റെപ്പ് ചെയ്ത് പോകുമ്പോൾ ഈ നോഡുകളൊക്കെ കാണാണ്ടാവും. അപ്പോൾ അതൊക്കെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ലേബൽ ഓപ്പൺ ചെയ്തിട്ട് നോഡ് പോയിൻറ്റ്സോ അല്ലെങ്കിൽ നോഡ് നമ്പേഴ്സോ ഓൺ ആക്കാവുന്നതാണ്. നോഡ് പോയിൻറ്റ്സ് ആണ് ഓൺ ആക്കുന്നുണ്ടെങ്കിൽ ഈ ഡോട്ടുകളായിട്ടായിരിക്കും ഇവിടെ നിൽക്കണ്ടാവുക. ഇനി നോഡ് പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്പേഴ്സായിട്ടായിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഞാനിപ്പോൾ നോഡ് പോയിൻറ്റ്സ് ആണ് ഓൺ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്പാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജനറൽ എടുത്ത ശേഷം ജനറലിൽ നമുക്ക് എന്ത് കൊടുക്കണം? ഈ സ്പാനിന് പറ്റിയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യണം. അതിന് ഡിഫൈൻ എടുക്കുക. ഡിഫൈനിൽ നമ്മൾ ഈ ഒരു ബീമിനെ റെക്റ്റാങ്കുലർ സെക്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഡയമെൻഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ഡയമെൻഷൻ കൊടുക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയമെൻഷൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. ക്ലോസ് കൊടുത്തു. ദെൻ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? അസൈൻ ചെയ്യണം. യൂസ് ക്രൂസർ ടു അസൈൻ സെലക്ട് ചെയ്ത ശേഷം അസൈൻ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ മെറ്റീരിയൽ കൊടുത്തു. ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സപ്പോർട്ട് കൊടുക്കലാണ്. അപ്പോൾ സപ്പോർട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഫിഗർ ഒന്നും കൂടി നോക്കാം. ഈ ഫിഗറിൽ ഫസ്റ്റ് പോയിൻ്റ് ഒഴികെ ബാക്കി എല്ലാവരും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഫസ്റ്റ് പോയിൻ്റ് മാത്രം ഫിക്സഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സപ്പോർട്ട് എടുക്കുക. സപ്പോർട്ടിൽ ക്രിയേറ്റ് എടുക്കുമ്പോൾ ഫിക്സ്ഡ് എന്നുള്ളത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് വേണം? ഒരു പിന്നിട് വേണം. അപ്പോൾ പിന്നിടും കൂടി ആഡ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും സപ്പോർട്ട് 2 ആയിട്ടുള്ള ഫിക്സ്ഡ് എടുത്തിട്ട് യൂസ് ക്രൂസർ ടു അസൈൻ സെലക്ട് ചെയ്ത ശേഷം ഫസ്റ്റ് പോയിന്റിൽ കൊണ്ടുവച്ചു. ഇനി നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ള പിന്നീട് എടുക്കുക. അത് വീണ്ടും യൂസ് ക്രൂസർ ടു അസൈൻ എടുക്കുക. അത് മറ്റ് പോയിന്റുകളിലും കൊണ്ടുവയ്ക്കുക.
ഇനി അടുത്താണ് ലോഡ് വരുന്നത്. ലോഡ് എടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഫിഗറിലോട്ട് പോവാം. ഫിഗറിൽ ഫസ്റ്റ് സ്പാൻ കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ട്, യു ഡി എൽ ആണ്. പിന്നെ സെക്കൻഡ് സ്പാനിൽ സെൻട്രലിൽ മാത്രമായിട്ട് ഒരു 10 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ തേർഡ് സ്പാനിൽ 5 മീറ്ററാണ് സ്പാൻ, അതിൽ 1 മീറ്റർ മാത്രമായിട്ട് ഒരു പോയിന്റ് ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഡ് കേസ് ഡീറ്റെയിൽസ് ആണെങ്കിൽ കൊടുക്കാനുള്ളത്. ലോഡ് കേസ് ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് ആഡ് കൊടുക്കാം. ഫസ്റ്റ് ലോഡ് കേസ് എന്ന് പറയുന്നത് ഡെഡ് ലോഡാണ്, അത് കൊടുത്തു. സെക്കൻഡ് ലോഡ് കേസ് എന്ന് പറയുന്നത് ലൈവ് ലോഡാണ്, ക്ലോസ് ചെയ്യുക. ഡെഡ് ലോഡ് സെലക്ട് ചെയ്യുക. അത് -1 സെൽഫ് വെയിറ്റ് ആണ്, അത് -1 തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ വേറെ ചേഞ്ചസ് ഒന്നും കൊടുക്കണ്ട. ഇനിയിപ്പോൾ ക്വസ്റ്റ്യനിൽ സെൽഫ് വെയിറ്റിന് വേറെ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യനിൽ വേറെ ചേഞ്ചസ് ഒന്നും പറയാത്ത കാരണം കൊണ്ട് അത് തന്നെ ആഡ് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൈവ് ലോഡാണ്. ലൈവ് ലോഡിലാണ് നമ്മൾക്ക് ആ ഫിഗറിൽ നിൽക്കുന്ന ലോഡുകളൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. അതിന് മെമ്പർ ലോഡ് എടുക്കുക. മെമ്പർ ലോഡ് എടുത്ത ശേഷം നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്പാനിൽ ഫുള്ളായിട്ട് 4 മീറ്ററിൽ മൊത്തമായിട്ട് 5 കിലോ ന്യൂട്ടനാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ D1 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ടിൽ നിന്ന് ആ ഒരു ലോഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. സെക്കൻഡ് D2 എന്ന് പറയുന്നത് സപ്പോർട്ട് ടു ലോഡിൻ്റെ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് D2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫിഗർ പ്രകാരം ഫസ്റ്റ് സ്പാൻ മൊത്തമായിട്ട് എന്തുണ്ട്, ആ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് D2 മാത്രം കൊടുത്താൽ മതി. അതായത് ആ സ്പാൻ മൊത്തമായിട്ട്. ഇപ്പോൾ നമ്മുടെ ലോഡ് എന്ന് പറയണത് 5 കിലോ ന്യൂട്ടനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ -5 എന്നാണ് കൊടുക്കുക. കാരണം ആ ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, താഴത്തോട്ടാണ്. അതുകൊണ്ട് D2 എന്ന് പറയുന്നത് 4 മീറ്ററിന് മാത്രമായിട്ട് കൊടുത്താൽ മതി. ആഡ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയണത് വേറൊരു യു ഡി എല്ലും കൂടി ഉണ്ട്. അപ്പം നമുക്കത് ഒരുമിച്ച് കൊടുക്കാം. അടുത്ത യു ഡി എൽ അല്ല, ഇനി 2 പോയിന്റ് ലോഡാണ്. പോയിന്റ് ലോഡ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് ആണ്. കോൺസെൻട്രേറ്റഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 10ഉം 15ഉം ആണ്. 10 എന്ന് പറയുന്നത് 2 മീറ്റർ മാറിട്ടും 15 എന്ന് പറയുന്നത് 1 മീറ്റർ മാറിട്ടാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് എടുക്കുമ്പോൾ D1 എന്ന് പറയുന്നത് എന്താണ്, സപ്പോർട്ടിൽ നിന്ന് ഫോഴ്സിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ P1 എന്ന് പറയുന്നത് നമുക്കൊരു 10 ഉണ്ട്. ആ 10 എന്ന് പറയുന്നത് 2 മീറ്റർ മാറിട്ടാണ്. അപ്പോൾ D1 എത്രയായിരിക്കും കൊടുക്കേണ്ടത്, D1 എന്ന് പറയുന്നത് 2 മീറ്റർ. ഇനി അടുത്തതെന്ന് പറയണത് വീണ്ടും ഒരു -10 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം കൂടി കൊടുക്കണം, -10, അത് 2 മീറ്റർ മാറിയിട്ട്. ഇനി ഒരു -15 ഉണ്ട്, അത് 1 മീറ്റർ മാറിയിട്ട്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം, 2 മാറ്റി 1 മീറ്റർ കൊടുക്കാം. ആഡ്, ക്ലോസ് ചെയ്യാം. ഇവിടെ നമുക്കൊരു 10 ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ ലോഡും കൊടുത്തു. ഇനി സെൽഫ് വെയിറ്റ് സെലക്ട് ചെയ്ത ശേഷം യൂസ് ക്രൂസർ ടു അസൈൻ എടുത്ത ശേഷം സെൽഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ആ ബീമിലേക്ക് എല്ലായിടത്തേക്കും ഉണ്ടാകുന്ന ലോഡുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് എല്ലായിടത്തേക്കായിട്ടും കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത് വരുന്നത് എന്താണ്, ആ ഒരു സ്പാൻ മൊത്തമായിട്ടുള്ള 5 കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൻ്റെ യു ഡി എൽ ആണ്. അത് സെലക്ട് ചെയ്ത ശേഷം യൂസ് ക്രൂസർ ടു അസൈൻ സെലക്ട് ചെയ്ത ശേഷം അത് സെലക്ട് ചെയ്ത ശേഷം അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്പാനിലോട്ട് മാത്രമായിട്ട് എന്ത് വരും, യു ഡി എൽ വരും. ഇനി അടുത്തതെന്ന് പറയണത് ഒരു 10 കിലോ ന്യൂട്ടനാണ്. അതെവിടെയാണത്, രണ്ടാമത്തെ സ്പാനിൽ. അതും യൂസ് ക്രൂസർ ടു അസൈൻ ക്ലിക്ക് ചെയ്ത ശേഷം ആ സ്പാനിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ 2 മീറ്റർ സെൻട്രലായിട്ട് വന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് 15 കിലോ ന്യൂട്ടൻ്റെ ആണ്. അതും യൂസ് ക്രൂസർ ടു അസൈൻ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അത് 1 മീറ്ററിലായിട്ട് വന്നു. ഇതിപ്പോൾ വന്നേക്കത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ റിമൂവ് എന്ന് നിൽക്കുന്നുണ്ടാവും. ഡിസ്പ്ലേ ഞെക്കിയിട്ട ശേഷം എന്ത് ചെയ്യുക, ഡിസ്പ്ലേ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഡയമെൻഷൻസ് ടു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്പാനിൻ്റെ ലെങ്ത്ത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ അത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതേ പോയിന്റ് എടുക്കുക, റിമൂവ് കൊടുക്കുക. അപ്പോൾ അത് പോയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് പ്രിൻ്റ് എടുക്കുക, അതിൽ നോ പ്രിൻ്റ് കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. ഇനി അനലൈസ് എടുക്കുക, റൺ അനാലിസിസ് എടുക്കുക, സേവ് കൊടുക്കുക.
അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് ഗോ ടു പോസ്റ്റ് പ്രോസസ്സിങ് മോഡ് എടുക്കുക, ഡൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫിഗറാണ് വരിക. ഇനി ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്നത് വൈ എന്ന് പറഞ്ഞിട്ടാണ്. വൈ ഫോഴ്സ്, ഷിയർ വൈ ഫോഴ്സ് ആണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ ഫിഗർ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ലേബൽ എടുക്കുക, അതിൻ്റെ ഉള്ളിൽ സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ ഷിയർ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ സ്കെയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വാല്യൂസ്, ഇപ്പോൾ ഞാൻ 25 ആണ് കൊടുത്തത്. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്തിട്ട് ചെറിയ വാല്യൂസ് ഒന്നും കൂടിയും ചെറിയ വാല്യൂസ് ആക്കാമെന്നുണ്ടെങ്കിൽ, അപ്പോൾ 2.25 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വലുതാവും കണ്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഫിഗറിലേക്ക് മാറ്റാൻ പറ്റും. ഇനി ഇതിൻ്റെ മാക്സിമം ആൻഡ് മിനിമം പോയിൻറ്റ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് റിസൾട്ട് എടുക്കുക. അതിൽ വ്യൂ വാല്യൂസ് ഉണ്ട്, അതെടുക്കുക. അതിനുള്ളിൽ ബീം റിസൾട്ട് എടുക്കുക. എൻഡ്, മാക്സിമം, മിഡ് പോയിൻറ്റ്, ഇത് ബെൻഡിങ്ങിൻ്റെ ഷിയറിൻ്റെയും ഇതുപോലെ കൊടുത്തിട്ട് അനോട്ടേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം മിനിമം പോയിൻറ്റ്സ് ഒക്കെയും ഈ ഒരു ഡയഗ്രാമിൽ നിന്ന് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇത് FY ഓഫ് ചെയ്തിട്ട് MU ഓൺ ആക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.